നമസ്കാരം ഗൈസ്. ഉമ്മ പ്രശ്നം ബിഗ് ബോസിൽ ഭയങ്കര 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 സംഭവമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി, ടു ബി ഫ്രാങ്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് വശങ്ങളുണ്ട്. ഇത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി നൺ ഓഫ് അവർ ബിസിനസ് ആണ് ഈ സംഭവങ്ങളെല്ലാം. ആൻഡ് അവിടെ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ ബിഗ് ബോസ് ഉണ്ട്. ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആയിട്ട് കുറേ ആൾക്കാരുകളുണ്ട്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ നടക്കുന്ന പോലെ ഭയങ്കര ഒരു ഓവർ ഇന്റിമസി സംഭവങ്ങൾ കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല. അവർക്ക് അത് എയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവർ എയർ ചെയ്യും, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇത് ആരാണോ ഈ പണി ഒപ്പിച്ച് അവരെ വിളിച്ച് സംസാരിച്ച് ഓൺ ചെയ്ത് ഈ സാധനം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അല്ലാതെ എന്ത് പോക്കൃത്തരവും കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല. റിയാലിറ്റി ഷോ ആണ്, ഇന്റർനാഷണൽ ലെവലിൽ റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് അതിനകത്തുണ്ട്. ഇതിനകത്ത് കുറെ ആൾക്കാർ വന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ വന്നിട്ട് അനുവിനെ എതിർക്കുന്നുണ്ട്. എന്റെ പെർസെപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വലിയ സംഭവമല്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അനു പറയുന്ന പല കാര്യങ്ങളും, കാരണം അമ്മയെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, അവിടെ റൂൾസിന് അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോ കുല സ്ത്രീ പരിവേഷം കൊണ്ട് നടക്കുന്ന അനുമോൾക്ക് എന്തിനാണ് അമ്മയെ വിളിക്കാൻ വരെ വെയിറ്റ് ചെയ്തത്? അതിനു മുമ്പ് തന്നെ ഈ സാധനം കണ്ടപ്പോ പറയാമായിരുന്നില്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ വീഡിയോസ് ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ആ വീഡിയോന്റെ സൈഡിലിട്ട് റിയാക്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല, കാരണം അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പലരും വീഡിയോ കണ്ടിട്ടുണ്ടാവും, ആര്യൻ വന്ന് കിടക്കുന്നത്, പുതയ്ക്കുന്നത്, അതിനുശേഷം കാലെടുത്ത് വയ്ക്കുന്നത്, ദെൻ ആര്യന്റെ പുതപ്പിന്റെ അടിയിലോട്ട് ഗിസേലിന്റെ പുതപ്പ് പോകുന്നത്. ദെൻ നമ്മൾക്ക് വീഡിയോയിൽ സൂം ചെയ്ത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് തോന്നാം. അപ്പോൾ അനുവിന് എന്തുമാത്രം തോന്നാം എന്നുള്ളൊരു കാര്യവും പല ഇതിലും വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനു പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ ഒരു ക്യാമറ പോലും ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു എന്ന്. പക്ഷെ ഫോക്കസ് ചെയ്യുന്നോണ്ടാണല്ലോ ഈ ഒരു ക്ലിപ്പ് പുറത്തോട്ട് വന്നത്. പിന്നെ ബിഗ് ബോസിൽ ക്യാമറ ഫോക്കസ് ചെയ്യാത്തൊരു സ്ഥലം ഇല്ല, ബാത്റൂം ഒഴിച്ച് എല്ലായിടത്തും ക്യാമറാസ് ഉണ്ട്. ഓക്കെ, അപ്പോ ആ ഭാഗത്ത് ക്യാമറ ഉണ്ടായില്ല, അതുകൊണ്ട് അത് പതിഞ്ഞില്ല എന്ന് അനു പറയുന്നതിനെ ഞാൻ വട്ടം കീറുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഇപ്പൊ ജിസിനും മസ്താനിയും ഒക്കെ സംസാരിക്കുന്ന ഈ ഒരു കാര്യം ടോപ്പിക് എടുത്തിരുന്നു. അതേപോലെ എപ്പിസോഡിൽ അത് നോക്കി ഇത് കാണിച്ചു തരുന്നു, പുതച്ച് കിടന്ന് അതൊക്കെ ഭയങ്കര ചീപ്പാണ്. സത്യം പറഞ്ഞാൽ ചീപ്പ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത്, പുതച്ചു കിടന്നു, പുതപ്പിന്റെ ഉള്ളിൽ കുറച്ച് അനക്കവും സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അതിന്റെ ട്രോളൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അനു പറഞ്ഞതിന് മുമ്പ് തന്നെ ട്രോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ആക്ച്വലി ടേക്കപ്പ് ചെയ്യേണ്ട ബിഗ് ബോസ് തന്നെയാണ്. ഇന്നത്തെ ദിവസങ്ങളിൽ ലൈവിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബിഗ് ബോസ് അധികം അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല, അധികം സംസാരം ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും ഒരു സംഭവം വലിച്ചു നീട്ടുന്നേക്കാൾ ഭേദം ആര്യനും ഗിസേലിനും അല്ലെങ്കിൽ അനുമോൾക്കും ആ വീഡിയോ ക്ലിപ്പ് കാണിക്കണം. ലൈവ് അവിടെ പോകുന്നുണ്ട്, കംപ്ലീറ്റ് 24 hours ഇത് ഓണാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ അവിടെ കാണിക്കട്ടെ, ആ വീഡിയോ ക്ലിപ്പ് കാണിക്കട്ടെ എന്ന് പറയും. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നു, ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു വീഡിയോ പുതപ്പെടുത്ത് അങ്ങനത്തെയൊക്കെ ഒരു സംഭവം എടുത്തിട്ട് കീറി ലാലേട്ടൻ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഭയങ്കര ചീല് കേസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അനു പറഞ്ഞത്, അനുവിന്റെ അമ്മയെ വിളിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു, പുറത്ത് ഇവർക്കൊരു ലൈഫ് ഉണ്ട്, അത് തകരണ്ടെന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും ദിവസം മിണ്ടാണ്ടിരുന്ന ആൾ ഇതിപ്പോ സംസാരിക്കുന്നു. അതേപോലെ തന്നെ അതിലും നൂറും സംസാരിക്കുമ്പോഴും എവിടേക്കും എന്തൊക്കെയോ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. ഇതിപ്പോ സപ്പോസ് അനു കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. ഇപ്പം അവര് രണ്ടുപേരും പറയണോ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല, ചെയ്തെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പൊ ഗിസേലിനെ സംബന്ധിച്ചിടത്തോളം, ഗിസേല് നമ്മുടെ അനു എന്നിട്ട് ലിപ്സ്റ്റിക് തുടച്ചപ്പോൾ ഭയങ്കര അംഗം ഉണ്ടാക്കി. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഗിസേൽ അധികം വിഷയം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഗിസേലിന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ എന്ന് ചില കമന്റ്സ് കണ്ടു. ആക്ച്വലി അത് രണ്ടു വശങ്ങളുണ്ട്. ഒന്ന്, ഗിസേല് പറയുന്നുണ്ട് അവൻ മാരീഡ് അല്ല, ഞാനും മാരീഡ് അല്ല. ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തു, പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിടുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. അതൊരു വശം. ഇപ്പൊ ഗിസേലിനൊരു ഉമ്മാക്കിലൊന്നും വലിയ വിഷയമല്ലാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ റിയാക്ട് ചെയ്യാത്തതും. അങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങൾ പറയില്ലേ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്തത്. സെക്കൻഡ് കേസ് വന്നിട്ട്, ഇനി ഇതിന് കൂടുതൽ സംസാരിച്ച് അലമ്പാക്കി ചളാക്കി നാണം കെടേണ്ട അവസരം മിണ്ടാതിരിക്കാനാവാം. ആൻഡ് ഫ്ലിപ്കാർട്ട് രൺബീർ കപൂർ വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ കരയുന്നുണ്ട്. അത് എന്ത് തേങ്ങയ്ക്കാണാവോ? ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉമ്മ വച്ചു എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞ് കരയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. പിന്നെ ഇതിനകത്ത് വൈൽഡ് കാർഡ് രണ്ടുപേരും ഇടപെട്ടിട്ടുണ്ട് ഒരു ആവശ്യമില്ലാതെ. അവർ രണ്ടുപേരുമാണ് അനുവിന് ആഫ്റ്റർ ഓൾ അനാവശ്യ സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അതൊരു വലിയൊരു വള്ളി തന്നെയാവും. കാരണം നീ അന്ന് ആ സാധനം കിറ്റ് ചോദിക്കാൻ പോയപ്പോഴല്ലെന്നൊക്കെ ജിഷും വന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത്
അക്ബർ നല്ല ഡീസന്റ് സ്റ്റാൻഡ് എടുത്തേക്കണം. അക്ബർ വന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മ വച്ചാൽ എന്താന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഓപ്പൺ ചിന്താഗതിയിലൂടെ സംസാരിക്കുന്നുണ്ട്. ഉമ്മ വച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെ കുറച്ച് ആളുകൾ അപ്ഡേറ്റ് ആയതിൽ വളരെയധികം സന്തോഷം. ആൻഡ് ഇവിടെ ഒനീൽ ആദ്യം അനുജ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചിരിച്ചു കളിച്ച് സംസാരിച്ചു. പിന്നെ ഗിസേലിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡും ഞാൻ അവിടെ കണ്ടു. ആകെ മൊത്തം ടോട്ടലി ഇത് അനു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അനുവിന് ഈ സാധനം ബാക്ക് സ്റ്റാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ബിഗ് ബോസ് ഏത് രീതിയിൽ ടേക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല. ഒന്ന്, പുറത്താക്കാം. 2, ഇപ്പൊ അക്ബറിനെ ക്യാപ്റ്റൻ ആക്കില്ല എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാം. 3, ലൈറ്റ് ആക്കി എടുക്കാം. ഇവർ ഓരോ വിഷയത്തിന് മെറിറ്റ് കൊടുക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇവർ ചിലപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ അവർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ഇതില് 2 വ്യക്തികളുടെ ലൈഫാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ലൈഫ് ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പൊ നമ്മുടെ ഷാനവാസ് പറഞ്ഞ മാതിരി ഈ ഒരു ടോപ്പിക്കിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് കളിക്കാൻ പോയാൽ കളിച്ചിട്ട് വരണം. അത് അങ്ങനെ തന്നെ, ഗെയിം കളിക്കാൻ പോയാൽ ഗെയിം കളിക്കാൻ തന്നെ പോകണം. ബട്ട് ഇൻ കേസ് അവർ 2 മെച്ചൂർഡ് ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത 2 വ്യക്തികളാണ്, അവർക്കത് അവിടെ ചെയ്യാം. അവർക്കത് അവിടെ പ്രേമത്തിലാണെങ്കിൽ പ്രേമത്തിലാവാം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ചെയ്യാം ഇൻ ദ സെൻസിലേക്ക് എന്ത് പോകരുത്തരവും ചെയ്യാമെന്നല്ല. അത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. ആ സംഭവം ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് അത് സൂം ചെയ്യുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ പുതപ്പിന്റെ അടിയിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് പുതപ്പ് ഇങ്ങനെ വന്നു അതുകൊണ്ട് ഉമ്മച്ചൊന്നും നമുക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കാരണം കാണാത്തടത്തോളം കാലം നമുക്ക് ഈ സാധനത്തിന് ഉറപ്പായിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ അനുമോളും ആര്യനും ഇങ്ങനെ ലൈവ് സ്ട്രെയിറ്റ് ഡയറക്റ്റ് ഉമ്മ വെക്കുന്ന കണ്ടു എന്നല്ല, പുതപ്പിന്റെ ഒരു മൂവ്മെന്റ്സ് അനുസരിച്ചിട്ടാണ് അനുമോൾ സംസാരിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം വർക്കൗട്ട് ആണ്, എത്രത്തോളം സത്യസന്ധമാണ്, സംതിങ് ഹാപ്പൻഡ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. പുതപ്പ് ഇപ്പോൾ ലൈക്ക് ന്യൂട്രൽ ആയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഇത്ര വലിയ കൊലക്കുറ്റം അല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷെ ഈ ഒരു സാധനത്തിന് എടുത്തിട്ടിട്ട് ഉമ്മ വച്ചു എന്നുള്ള സാധനത്തിന് ഒരു ആണും പെണ്ണും എടുത്തിരുന്ന എന്താ ചെയ്യുക? ഉമ്മ വയ്ക്കുക. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും അടുത്തിരുന്ന് ഉമ്മ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇൻ കേസ് അവർ നല്ല ക്ലോസ് ആണ്, അവർ അതിനുശേഷവും സെറ്റിൽ ഇങ്ങനെ കടന്ന് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഗിസേലിന്റെ ഒരു പോയിന്റ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് പറഞ്ഞാൽ എന്താ, അവൻ കല്യാണം കഴിച്ചില്ല, ഞാനും കല്യാണം കഴിച്ചില്ല, പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയാമെന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. അനുമോൾ ഇവിടെ അമ്മയെപ്പറ്റി സത്യം ഇടുന്നു, ഗിസേലും ഇവിടെ ആര്യനും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ബിഗ് ബോസിന്റെ ഫൈനൽ റിസൾട്ട് ആണ് നമുക്ക് അറിയേണ്ടത്. ബിഗ് ബോസ് ആണ് ഫൈനലി ഇതിനകത്തൊരു മറുപടി തരേണ്ടത്. ചിലപ്പോൾ ആ മനുഷ്യൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പോലും സംസാരിക്കില്ലായിരിക്കും, അവിടക്കിടന്ന് പുകഞ്ഞോട്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ ഈ ടോപ്പിക്ക് എടുത്തിടും. എന്തായാലും 4 എപ്പിസോഡ് വരുമ്പോൾ ഈ സാധനം അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ പുതപ്പിന്റെ ഒരു മൂവ്മെന്റ്സ് അനുസരിച്ച് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷെ അനു അതിനെ ഭയങ്കര സംഭവമാക്കി ഒരു പ്രോ കൂലയായിട്ട് എടുത്തിട്ട് ഒരു വലിയൊരു പ്രശ്നം ചെയ്ത മാതിരി സംസാരിച്ചതിന് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നില്ല. അത് ജസ്റ്റ് ഒരു ചീപ്പ് തന്നെയാണ്. അതിനകത്ത് എടുത്തിരിക്കുന്ന ഇത്ര ഒരു ഇൻവോൾവ്മെന്റ് ഒരു ആവശ്യമില്ല. അതങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം അവർ രണ്ടുപേരും അങ്ങനെ ചെയ്തു, ക്യാമറ ഫോക്കസ് അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ എന്തൊക്കെ അപ്പം നടക്കണ്ടല്ലേ, ക്യാമറ ഫോക്കസ് ഇല്ലാതെ എന്നുള്ള രീതിയിൽ പല തോട്ടും വരാം. പക്ഷെ അതങ്ങനെ എന്ത് വൃത്തിയോടും കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല. അവിടെ നല്ല രീതിയിൽ എത്തിക്സും രീതികളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂജ് ടീം ബാക്കിലുണ്ട്.